അപ്പൊ മഞ്ഞൾ സലീംക്കാടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ 130 രോഗങ്ങൾക്കുള്ള മരുന്നാണ് എന്നാ പറയണത് ഈ മഞ്ഞൾ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സലീംക്കാടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾ സലീംക്ക എന്ന് പറഞ്ഞാലാണ് മൂപ്പരനെ അറിയപ്പെടുള്ളൂ. ഈ മഞ്ഞളിൽ തന്നെയാണ് കുർക്കുമിൻ എന്ന ഒരു സാധനമുണ്ട്. അത് കളയാതെയാണ് ഉണക്കി പൊടിക്കുക. അതിന്റെ ഔഷധ ഗുണങ്ങളെല്ലാം അതിൽ നിലനിർത്തിയിട്ടുള്ള പൊടിച്ചിട്ട് തരുന്ന ഒരു മഞ്ഞളാണ്. കൃത്രിമമായിട്ടുള്ള വളങ്ങളോ കാര്യങ്ങളോ അതിന് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നടന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവിടെ വന്നിട്ട് ഈ മഞ്ഞൾ മേടിച്ചു പോകുന്നുണ്ട്. അതിനുള്ള ഫലം കാണുന്നുണ്ട് എന്നാണ് ഈ സലീംക്ക പറയുന്നത്. അത് അപ്പൊ നമുക്ക് എന്തായാലും സലീംഖാനൊന്ന് നേരിട്ട് കാണാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ. കസ്തൂരി മഞ്ഞൾ, ഇതാണ് കസ്തൂരി മഞ്ഞൾ അല്ലേ സലീംക്ക? ഇതാണ് കസ്തൂരി മഞ്ഞൾ, സൗന്ദര്യവർദ്ധന. ആ, കസ്തൂരി മഞ്ഞളാണിത്. നാടൻ മഞ്ഞളല്ലേ? പ്രതിഭ എന്നാ അതിന്റെ പേരല്ലേ ഈ മഞ്ഞളുടെ? ഇത് ഇതിൽ വെട്ടേന്നെ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ? ഒരു വളം ഇടൂല്ലേ? അല്ല, കൃത്രിമമായിട്ടുള്ള ഒരു വളം കൂട്ടില്ല. അത് പൊടിക്കാതും അതേ രൂപം തന്നെ. ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേരെന്താ? ഈ സ്ഥലത്തിന്റെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട വള്ളിവട്ടം. കൊടുങ്ങല്ലൂർ അല്ല, കൊടുങ്ങല്ലൂർ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇത് വള്ളിവട്ടം, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ല, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത്, വള്ളിവട്ടം. നിങ്ങൾ അറിയപ്പെടുന്നത് മഞ്ഞൾ എന്താണ്? മഞ്ഞൾ സലീംക്ക അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. ഞങ്ങളിപ്പോ അവിടെ ഇവിടെ ചോദിച്ചിട്ടാണ്. അപ്പൊ മഞ്ഞൾ സലീംക്കാടെ വീട് ഏതാ ചോദിച്ചേക്ക് അവിടെ പറഞ്ഞത്. ഇത് വിത്ത് കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നുണ്ടാ? ബുക്കിംഗ് ആയി തുടങ്ങും. കാശ് മേടിക്കും. അപ്പൊ വിത്ത് വരുന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് സത്യത്തിൽ ഇല്ല. മലപ്പുറത്ത്? മലപ്പുറമല്ല, കോഴിക്കോടില്ല. കോഴിക്കോട്. ആ, കോഴിക്കോട് അതിന്റെ ഹാച്ചറി ഉള്ളത് കർണാടകത്തിൽ. അത് ശരി. അങ്ങോട്ട് വരുള്ളൂ. അത് 5 ലക്ഷം 3 ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുത്തു. ഇതൊക്കെ എൻ്റെ വിത്ത് എടുത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ബുക്ക് ചെയ്യും, വിട്ടോളാൻ പറയും. ഇത് എത്ര മാസമാണ് ഇതിന്റെ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ? 9 മാസം ഫുള്ളായിട്ടുണ്ടാവും. 9 മാസം കഴിഞ്ഞിട്ട് പറിക്കല്ലേ? 9-10 മാസം. പിന്നെ കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ ഇതുപോലെ ഇരിക്കും. ഇതൊക്കെ ഏത് ഇതിൽപ്പെട്ട മഞ്ഞളാ? അതെ. പിന്നെ കാലാവസ്ഥ ആണ് അത് പ്രകാരം. മഞ്ഞൾ തോട്ടാണ്. മഞ്ഞൾ സലീംക്കാടെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സലീംക്ക നടന്നു പോണ്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കല അല്ലേ? ഇത് പറിച്ചിട്ട് 2 സെക്ഷനായിട്ട് വിറ്റ് അതിന്റെ കിഴങ്ങൊക്കെ വേറെ നീക്കും. എന്നിട്ട് വിത്തിനുള്ളത് നീക്കും, പിന്നെ ബാക്കിയുള്ള പൊടിക്കുള്ളത് നീക്കും. പൊടിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ പൊടിച്ചിട്ട് കൊടുക്കുള്ളൂ. വിത്ത് കൊടുക്കും. വിത്താണ് കൊടുക്കുക ഞങ്ങൾക്ക് ആദ്യമായി. ഇത് എന്തൊക്കെ തരം രോഗത്തിന് പറ്റുപ്പോ ഈ മരുന്ന്? ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് 131 രോഗങ്ങൾക്കാണ് ഈ മഞ്ഞൾ അല്ലേ? ഈ മഞ്ഞൾ പറയുന്നത്. എനിക്കത് പറയാൻ അധികാരമില്ല. ശാസ്ത്രജ്ഞന്മാരും അതുപോലുള്ള ആൾക്കാരും പറയുന്നത് 131 രോഗത്തിനാണ്. 131 രോഗത്തിനുള്ള മരുന്ന്. അത് ഒറിജിനൽ വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ
കുറെ നമ്മൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൽ കൂടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് കിട്ടും. അത് നമ്മൾ ചെയ്യില്ല. റമദാൻ മാസം പറഞ്ഞാൽ ഇസ്ലാമിങ്ങളുടെ കുടുംബത്താണെങ്കിൽ ചീരോക്കഞ്ഞി ഉണ്ടാവും. ഇപ്പൊ ചീരോക്കഞ്ഞി ഉണ്ടാ ഇപ്പൊ ചീരോക്കഞ്ഞി ഉണ്ടാ അതിന് രോഗം. അത് തന്നെയാണ് ഈ രോഗം. ചീരോക്കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? ഒരു രോഗമില്ല. മഞ്ഞൾ ശരീരത്തിൽ ചെന്നിട്ടുണ്ടോ? രോഗമില്ല. നിങ്ങൾ ഒറിജിനൽ വിത്ത് വാങ്ങി നിങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്തിട്ട് ആ മഞ്ഞൾ നിങ്ങൾ കഴിക്കും. ഞാൻ എൻ്റെ പാടി കഴിക്കുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നലുണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഇതിലായിട്ട് ഞാനത് പറയില്ല. എനിക്കത് വേണ്ട, അത് എനിക്ക് വേണ്ട. നിങ്ങളുണ്ടാക്കി നിങ്ങൾ അതുണ്ടായിക്കോ. എന്നിട്ട് വാച്ച് ആ കാര്യം എന്നെ ഉൾപ്പെടുത്തി. കാരണം നമുക്കൊരു നീളില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാക്കി മഞ്ഞൾ കൃഷിയിൽ വന്നിട്ടുണ്ട്. വാടാനപ്പള്ളി ആ ഭാഗത്തൊക്കെ തൃശ്ശൂർത്തെ വലിയ ബിസിനസ്സുകാരൻ ഒരു കാതരാജി, അംസാജി, ഇവരൊക്കെ പാടെ വന്ന് അൽഹംദുലില്ലാ പഠിപ്പിക്കുന്നതിന് ഞാൻ വിമർശിക്കല്ല. അങ്ങനെ വന്ന് കൃഷിക്ക് കുറച്ച് നേരം കുറച്ചവൻ കൂടുതൽ ബർക്കത്തിന് തരും, കൂടുതൽ നാമത്തിന് തരും. എന്ത് ചെയ്തിട്ട് കഴിഞ്ഞാലും വന്ന് ആ ഇവിടെ നേരത്തെ കണ്ടില്ല, അവിടെ കണ്ട് അത് ഞാൻ ഷർട്ട് മാറ്റിട്ടൊക്കെ കാണിച്ചുതരാം. ശരീരമാകെ പൂർണ്ണമാകുന്നു. 2 ആസ്പത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ആസ്പത്രിക്കാർ വിട്ട് രണ്ടാമതൊരു സ്പെഷ്യലായി ആസ്പത്രിയിൽ കൊണ്ടുചെന്നു. 1 മാസം അവിടെ കിടന്നിട്ട് ഒരു മരുന്ന് കൊണ്ടുപോയിക്കോ, കാര്യമില്ല, ഇനി രക്ഷയൊന്നുമില്ല, കൊണ്ടുപോയിക്കോ. അപ്പോൾ മക്കളും മരുമക്കളൊക്കെ ആ കൂടെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തി. കാണ്ടൂരൊക്കെ കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഫുള്ള് കൊടുത്താൻ വിട്ട്. ഇരിങ്ങാലക്കുടക്കാരൻ ഒരു സദാനന്ദൻ എന്ന് പറഞ്ഞ ആയുർവേദ വൈദ്യര്, അയാളെൻ്റെ ഒരു സുഹൃത്താണ്. അയാളാണ് അതും വലിയൊരു കഥയും പുസ്തകമേ. ഒന്ന് ശ്രദ്ധിച്ചു. ഈ 2 ആസ്പത്രിയിൽ നിന്ന് മടക്കി എന്നുള്ള വിവരം ഇതിൽ ഇടപെട്ട ബ്രോക്കർ വിളിച്ചിട്ട് പറയുന്നത് ശരീരമൊക്കെ സീരിയസ് ആണ്, നിങ്ങൾ വേഗം വരണമെന്ന് പറയും. പുസ്തകം ശ്രദ്ധിച്ച് നോക്ക്. ആ 50ൻ്റെ പിന്നാലെ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനില്ല. അതൊക്കെ തോന്നിക്കുന്നത് നമ്മളുടെ ആ നമ്മൾ പഠിച്ചിട്ടുള്ള ഇരുമിൻ്റെയും എല്ലാം വെച്ചിട്ടുള്ള വന്നാലും ആരൊക്കെ വരവ് നടന്മാര്? ശ്രീനിവാസനാണ്. അദ്ദേഹം പറയും ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന്. എൻ്റെ ഗുരു അദ്ദേഹമല്ല, അത് വേറെ കാര്യം. പോകും, ഇവിടെ വരും. ആരോഗ്യമുള്ളപ്പോൾ 3 മാസം 4 മാസം കൂടുമ്പോൾ ഇവിടെ വരും. വിളിച്ചിട്ട് പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സലീം കുമാർ ഇപ്പോൾ വിളിച്ചാലും വിളി വെക്കും. അജയ എന്തിൻ്റെ വിശേഷം, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട, ഇപ്പം വരണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ നെടുമുടി ഉണ്ടായിരുന്നില്ലേ, നെടുമുടി വേണം. ഇന്നസെന്റ് നമ്മളെ സ്ഥിര ആളാണ്. പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങും സിദ്ദീഖ്. പിന്നെ നിങ്ങളുടെ അവിടുത്തെ ഒരാളുണ്ടല്ല, ഒരു പാട്ടുകാരൊക്കെ ആയിട്ടുള്ള താമസിക്കുന്ന എടപ്പാളല്ല, മലപ്പുറം ആളുണ്ട്. തോമസ് ഐസക്, ധനകാര്യമന്ത്രി തോമസ് ഐസക്, MP ധനപാലൻ, പിന്നെ ഇപ്പോഴത്തെ മന്ത്രി ഇതായിട്ടുള്ള ഇത് വന്നിട്ടുണ്ടല്ല, മറന്നു പോകുന്നു, MP. അപ്പോ എല്ലാ ആസ്പത്രിയിലും മടക്കി, എല്ലായിടത്തും മടക്കി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേക്കാണ്. ഉറക്കില്ല, ഭക്ഷണത്തിന് ആവശ്യമില്ല. നിങ്ങളൊക്കെ വന്ന് കണ്ടാൽ എനിക്ക് ഈ പുസ്തകം കാണണമെങ്കിൽ മനസ്സിലാവും. ഓർമ്മയിലുണ്ട്. അങ്ങനെ ഈ ശരീരത്തിൽ പൊളാൻ പോലത്തെ ഇതിങ്ങനെ പൊന്തി പൊട്ടുക അതേപോലെ അല്ലേ? അത് അർത്ഥടയാളതാണ്. അപ്പൊ ഈ ഫുള്ള് കീറിയതാ, ഇതൊക്കെ കീറിയതാണ്. ഈ ഭാഗമൊക്കെ കീറിയതാണ്. കീറി വന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത പോലെ ഇവിടെ ഉണ്ട്, പുറത്തല്ല, മാംസമില്ല. അങ്ങനെയാണ് അത് വന്ന് കണ്ട് ഇവിടെ എന്തിനും ആൾക്കാരും വരവും കാര്യങ്ങളും. അങ്ങനെയാണ് ഈ മഞ്ഞള് കഴിച്ചോ. മഞ്ഞൾ നിങ്ങളോട് കഴിക്കാൻ പറഞ്ഞു ഈ വൈദ്യുതി. പിന്നെ നിങ്ങൾ മഞ്ഞൾ കൃഷിയായിട്ട് മഞ്ഞൾ എൻ്റെ മാറിയപ്പോൾ ഞാൻ മഞ്ഞളിലേക്ക് മാറി.
പടച്ചവനോട് കഴിച്ചുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു അനുഭവ കഥ പടച്ചവൻ പറഞ്ഞ് എന്തോ നമുക്കൊരു അശരീരി പോലെ തോന്നുന്നു. ഇപ്പൊ ഈ മഞ്ഞളിന്റെ പരിപാടി തുടങ്ങിയിട്ട് എത്ര വർഷമായി? 15 വർഷം. 15 വർഷമായി. 15 വർഷമായിട്ട് ഇതിന്റെ കയറോപ്പിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അസുഖം മാറി തുടങ്ങിയേക്ക് നിങ്ങൾ ഈ മഞ്ഞൾ കൃഷിയായിട്ട് മുന്നോട്ട് പോയി. മഞ്ഞളും നെല്ലിക്കും. ഈ അസുഖത്തിന് മഞ്ഞളും നെല്ലിക്കും പാടാണ് കഴിച്ചത്. അത് എങ്ങനെ നിങ്ങൾ കഴിച്ചത്? പച്ചമഞ്ഞൾ ഞാൻ ഓണമായി കിടക്കുമ്പോൾ പച്ചമഞ്ഞൾ ഒരു 15 ഗ്രാം, ഒരു 3-4 നെല്ലിക്കല നീര് അത് ഇടിച്ചിട്ടാ ജ്യൂസ് മിക്സിയിൽ അടിച്ചിട്ട് ഒരു 3 നേരം കഴിക്കും. 3 നേരം ഞങ്ങൾ ഒരു 10 ദിവസത്തോളം കഴിച്ചപ്പോൾ എനിക്ക് വേദന ശമനായി മാറില്ല, ശമനം. വേദനക്ക് കുറവ് വന്നു. വേദനയ്ക്ക് കുറവ്. പിന്നെ വേറെ മരുന്നുകളൊന്നും ഇല്ല കേട്ടാ. അങ്ങനെ 1 മാസം എത്തിയപ്പോഴത്തേനും ആണ് എനിക്ക് കൈയൊക്കെ പൊക്കി ഇങ്ങനെ വെക്കാൻ പറ്റും. പള്ളിക്ക് പോകാൻ സാധിച്ചു. വണ്ടി ഓടിച്ച് പള്ളിക്ക് പോകാൻ സാധിച്ചു. കാറും കൊടുക്കാതെയുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ പള്ളിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് അപ്പം പിന്നെ ശരിക്കും നല്ല ഉഷാറ് കിട്ടി. അത് കഴിഞ്ഞ് 3 മാസം തുടർന്ന് തന്നെ കഴിച്ചിട്ട് നോക്കുമ്പോൾ അപ്പം ആർക്കും അറിയില്ലല്ലോ. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മാറി. അപ്പം സീസണായിരുന്നു, കൃഷി ചെയ്യുന്ന സീസണായിരുന്നു. ഒരു 1.5 ഏക്കർ സ്ഥലത്ത് അവിടെ അങ്ങനെ ചെയ്തു. അപാരം വെള്ളമായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും ഞാൻ അറിയില്ല. അങ്ങനെ കുത്തിരുന്നതായിട്ട് നോക്കുമ്പോൾ നെടുമ്പാശ്ശേരിയിലൊരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ഫ്ലോറ, ഇപ്പോഴും ഉണ്ട് ഹോട്ടൽ ഫ്ലോറ. അങ്ങനെ എൻ്റെ ഉസ്താദെ അവിടെ ഇദ്ദേഹം ദുബായിലെ വലിയ രാജാവാണ്. ഞാനായിട്ട് വലിയ അടുപ്പമാണ്. വിളിച്ച് ആസൻ സാഹിബേ സലീംക്കാ. അപ്പൊ നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് മഞ്ഞൾ സലീംക്കാടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോ നമ്മള് മഞ്ഞൾ മേടിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പോ സലീംക്ക ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേര് വള്ളിവട്ടം തൃശ്ശൂർ ജില്ലയിലെ വള്ളിവട്ടത്താണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന ഒരു മരുന്നാണ് മഞ്ഞൾ എന്ന് പറഞ്ഞത്. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്പറും കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ സലീംക്കാക്ക് വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് സാധനം എപ്പോ വേണമെങ്കിലും എപ്പോ വന്നാലും ഇവിടെ സാധനം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോ മൂപ്പർക്ക് ഇതേപോലെ ഒരു അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ജീവൻ തന്നെ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മഞ്ഞളാണ്. ഈ പ്രകൃതിയിൽ തന്നെ കിട്ടുന്ന ഒരു മരുന്ന് കൊണ്ടാണ് മൂപ്പരുടെ ജീവിതം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത് അല്ലേ? അപ്പൊ 5 കിലോ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് 4 ഇനി ഒരു പാക്കറ്റ് കൂടി വേണം. ഇതാണ് മഞ്ഞള്. ഇത് എത്ര വെള്ളത്തിൽ കലക്കിട്ടാ? വെള്ളത്തിൽ കലക്കിട്ടല്ലേ? വെള്ളത്തിലോ? ഇത് എത്ര ടീസ്പൂണാണ് ഒരു ദിവസം കഴിക്കണേ? 1 സ്പൂൺ കഴിച്ചാൽ മതി. 1 സ്പൂൺ കഴിച്ചാൽ മതി. ഡെയിലി 1 സ്പൂൺ. രാവിലെ ആകുമ്പോഴാ വളരെ നല്ലത്. അല്ലെങ്കിൽ കിടക്കാനാകുമ്പോ കുടിച്ചോ. പാലിന് ഉറക്കക്കുറവുള്ള ഒരു പാലിലാക്കിട്ട് കുടിച്ചോ. പാല് ഉറക്കക്കുറവ് പ്രഷറും കാര്യങ്ങളുള്ള ആൾക്കാർ പാല് കഴിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ കഴിക്കാം, അവരൊന്നുമില്ല. അങ്ങനെ വിഷയമൊന്നുമില്ല. അപ്പൊ 5 പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ സലീംക്കാടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചിട്ട് വരിക. അപ്പൊ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് മൂപ്പര് പറഞ്ഞു തരും. പിന്നെ